ഫോട്ടോ എടുക്കുന്ന തിരക്കിനിടയ്ക്കും ഒരുപാട് സമയം പാഴായി പോയ മധുസൂദൻ നായർ സാറായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ പ്രത്യേകിച്ച് ആരും വിളിക്കുന്നില്ല. നേരത്തെ നമ്മൾ ആ പഠനങ്ങളുടെ സംഗ്രഹം അവതരിപ്പിക്കാനൊക്കെ ആൾക്കാരെ തീരുമാനിച്ച് ചോൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനും നേരില്ല, 4 മണിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ ഇനി സദസ്സിൽ നിന്ന് ഓരോ 1-2 വാക്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് അങ്ങനെ സെഷൻ അവസാനിപ്പിക്കാം. സംവാദം തുടരുകയാണ്. ഗീത ടീച്ചർ ചോദിക്കുന്നു. മാഷേ നമസ്കാരമുണ്ട്. ഞാൻ മാഷയുടെ യക്ഷി എന്ന കവിതയെക്കുറിച്ചിട്ടുള്ളൊരു സംശയമാണ് ചോദിക്കുന്നത്. ഒരുപാട് കാലം മുമ്പ് ആഗ്രഹത്തോടുകൂടി വാങ്ങി വായിച്ച പുസ്തകത്തിൽ ആദ്യം യക്ഷി എന്ന കവിത വാച്യാർത്ഥത്തിലാണ് മനസ്സിലേക്ക് പതിഞ്ഞത്. പക്ഷേ പിന്നീടുള്ള ഓരോ വായനയിലും യക്ഷിയുടെ രൂപവും ഭാവവും മാറുകയാണ്. ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മായ കാഴ്ചയിലൂടെ നമ്മളെ ഭ്രമിപ്പിക്കുകയും പിന്നെ അതിൻ്റെ ക്രൂരത കാട്ടി നമ്മളെ പേടിപ്പെടുത്തുകയും ചെയ്യുന്ന കാലവും പ്രകൃതിയുമൊക്കെയാണ് യക്ഷിയായിട്ട് മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ കാലത്തെ വരുതിയിൽ നിർത്തുന്ന അറിവും ഒക്കെ അതിൽ വായിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതിൽ അവസാനത്തിലെ മൂന്നാമത്തെ മുള്ള്, മൂവുലകവും ഒന്നായി കാണുന്ന മൂന്നാമത്തെ മുള്ള് കാണാതെ കിട്ടാതെ അലയുന്ന ഇളമുറക്കാരനെയും വായിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ യക്ഷി എന്ന ബിംബം കൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചത്, അതുപോലെ ഈ മൂന്നാമത്തെ മുള്ള് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ക്ഷമിക്കണം, ഒക്കവയെ പറവതിനൊട്ടുമേ കാലം പോരാ എന്നൊരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും യക്ഷിയുടെ കഥയുണ്ട്. യക്ഷിയെപ്പോലെ മറ്റൊരു ഇതിൻ്റെ കഥയാണ് ഭൂതപ്പാട്ട്. ഭൂതപ്പാട്ടും ഒരു പഴയ കഥയെ ആസ്പദമാക്കി എഴുതിയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടിലെ പഴയ യക്ഷികഥ എങ്ങനെയോ അതിനെ എടുത്തിട്ടാണ് യക്ഷി എഴുതിയത്. എൻ്റെ നാട്ടിൽ തന്നെ പറയും, ഒരു മുത്തച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം ദൂരെ പോയിട്ട് വരുമ്പോൾ ഒരാറ് കിടക്കുമ്പോൾ ആറിൻ്റെ നടുവിൽ യക്ഷി നിന്നിട്ട് ചുണ്ണാമ്പ് ചോദിച്ചു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ അകമുള്ളു 3 തോറ്റി, അകത്തെ മുള്ളു 3 തോറ്റി ഉണ്ടാക്കി ഈ യക്ഷിയുടെ ഉച്ചിയിൽ താഴ്ച്ചു. അപ്പോൾ അവൾ ഏറ്റവും നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയായി. ആ ഐശ്വര്യമുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടും ശുദ്ധി തെറ്റാതെ വ്രതം തെറ്റാതെ കാക്കണമെന്ന് ഏൽപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞു. അവൾ ഉള്ളപ്പോൾ നാടെല്ലാം ഐശ്വര്യമായി. ഐശ്വര്യം എന്ന സങ്കല്പമാണത് ഈ യക്ഷി. എന്നിട്ട് പിന്മുറയിൽ വന്ന ശേഷകാരന്മാർ യക്ഷിയുടെ ഉടലിൽ കണ്ണുടക്കി മണവറയിൽ കൊണ്ടണച്ചു. മണിവിളക്കിൻ കണ്ണുടച്ചു. അങ്ങനെ അവർ തഴുകിയപ്പോൾ ഇവളുടെ തലയിൽ മുള്ളുണ്ടെന്ന് കണ്ടു. ആ മുള്ള് ഇവരൊന്നായിട്ട് ഊരിക്കഴിഞ്ഞപ്പോൾ ഇവൾ പഴയ യക്ഷിയായി. സ്വന്തം കാമത്തിന് ഐശ്വര്യത്തിനെ വിധേയമാക്കിയാൽ സംഭവിക്കുന്നതാണ് ഇത്. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാം. നാട് മുഴുവൻ ഐശ്വര്യമുള്ളതാണ്, നാട് മുഴുവൻ സമ്പത്തുള്ളതാണ്, എല്ലാ നന്മകളുമുള്ളതാണ്. ഇങ്ങനെ സ്വന്തം കാമത്തിന് മാത്രം വിധേയമാക്കുമ്പോൾ വരാൻ പോകുന്ന വിപത്താണ് ഇത്. അങ്ങനെ ഇവൾ വീണ്ടും യക്ഷിയായപ്പോൾ പുതിയ മന്ത്രവാദികൾ വന്നു. ഞങ്ങൾ നിനക്ക് വേണ്ടുന്നതെല്ലാം തരാം, കുറേ നേരം ഞങ്ങളുടെ കൂടെ നിൽക്കുക, കുറേ നേരം നിൻ്റെ ഈ എല്ലാ രൂക്ഷതയും പൈശാചികതയും പ്രയോഗിക്കുക.
അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾ വന്ന് അടക്കുമ്പോൾ നീ അടങ്ങിക്കോണം, നിനക്കുള്ളെല്ലാം തരാം. കൂടെ യക്ഷി ഉപദ്രവിച്ചാലേ ജനത്തിന് പേടിയാവും, എല്ലാവർക്കും പേടിയാവും. അപ്പോൾ എവർ വന്നാൽ അടങ്ങും എന്ന് വിചാരിക്കും. അങ്ങനെ ഇവർ വന്ന് അടക്കി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവർ കൊടുത്ത കുരുതിയെല്ലാം ഉണ്ട്. കുരുതി ഉണ്ട് കൊതിപരുത്ത് മന്ത്രവാദിച്ചോര മോന്തി. ആരാണോ ഇവളെ അടക്കാൻ വന്നത് അവരുടെ ചോര തന്നെ അവർ ഈ യക്ഷി മോന്തി. ആലോചിച്ചോണം. അഴിമതി ചെയ്യുന്നവൻ, അരുതായിക ചെയ്യുന്നവൻ, ദ്രോഹം ഉണ്ടാക്കുന്നവൻ അതുകൊണ്ട് തന്നെ നശിക്കുന്നർത്ഥം. എന്നാൽ ആ രീതി എടുക്കാം, ബാക്കിയെല്ലാം അതിൽ നിന്നെടുക്കാം. അങ്ങനെ ലോകം മുഴുവനും ഭാര്യടമോ പിണിയാള് അങ്ങനെയായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നശിച്ചു. യക്ഷി അങ്ങേയറ്റം വിനാശകാരിണിയായി. അപ്പോൾ എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ചാരത്തിൽ നിന്ന് ഒരു പിറ വളർന്നു വരുന്നത് പോലെ ഒരു ആൺകുരുന്ന് വന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ ജീവൻ ഹോമിച്ച് അടക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ യക്ഷി പറയുന്നു, മോനെ, അതാണ് എൻ്റെയും കുറേ കാലമായിട്ടുള്ള ആഗ്രഹം. ഒരു 3 മുള്ളു മോൻ എൻ്റെ തലയിൽ തറച്ചതാ, എൻ്റെ പഴയത് ആക്കിത്ത എന്ന് പറയുന്നു എന്നാണ് അത് നിൽക്കുന്നത്. ആ മുള്ളു തേടി നടക്കുന്ന കുട്ടിയാണ്. എനിക്ക് പുതിയ തലമുറ ഇതിൻ്റെ മുള്ളു തേടി നടക്കുന്ന തലമുറയാവണം. വ്രതമുള്ള, അതിലേക്ക് വ്രതമുള്ള, എല്ലാവർക്കും വേണ്ടി വ്രതമുള്ള കുട്ടികളാവണം. ഇതാണ് നമ്മുടെ താല്പര്യം. ഇതിനകത്ത് വേറൊന്നുമില്ല. മനുഷ്യൻ്റെ കാമം അതിനെ അടക്കാനല്ല, തൃപ്തിപ്പെടുത്താനുള്ള അവൻ്റെ ദുർമാർഗങ്ങൾ, ആ മാർഗം കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന നാശം, അവസാനം അവന് പറ്റുന്ന ആത്മനാശം. ഇതാണ് കാര്യം. ആ കാമത്തിന് പല വഴിയുണ്ട്. മതമുണ്ട്, പാർട്ടിയുണ്ട്, മറ്റു പലതുമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ആർത്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തീറ്റ എന്ന് പറയുന്ന ഒരു യക്ഷിയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു യക്ഷിയാണ്. ഭൂതപ്പാട്ടിൽ ഉണ്ടല്ലോ, പൊന്നി പൂങ്കരളെ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന ഭൂതം കുട്ടിയെ കയ്യിലെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങ് കൈവിട്ടപ്പോൾ ഭൂതം വന്ന് പിടിച്ച് കൂട്ടിക്കണ്ടങ്ങോട്ട് പോയി എന്നാണ് എടശ്ശേരി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എഴുത്താണി എന്ന് പറഞ്ഞ് ഇരുമ്പ് കൈവിട്ടാൽ വന്ന് ആവേശിക്കുന്ന ഭൂതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അവിവേകവും വിദ്വേഷവും അതുപോലെ മറ്റാസക്തികളും. ആ ആസക്തിയിൽ നിന്നുള്ള മോചനത്തിനാണ് എഴുത്താണി. അതാണ് എഴശ്ശേരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങളിലൊന്ന്. ഇതുപോലെ ഇവിടെയും പുതിയ തലമുറ കുട്ടികൾ ശക്തരാണ് എന്നുള്ളൊരാഗ്രഹം കൊണ്ട് കവിതയിൽ പുറമേ കിട്ടാത്ത അകമേ കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് വില്ലടിച്ചാമ്പാട്ടിൻ്റെ സ്റ്റൈലിലാണ് എഴുതിയത്. തെക്കൻ ഭാഷ. മറ്റ് പല കവിതകളും കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനനുസരിച്ച് ഭാഷയിൽ ഭേദം വരും. തീർച്ചയാണ്. ആ ചൊല്ലുപടിവും മാറും, ഭാഷയുടെ അവതാരം മാറും എന്നർത്ഥം. ചില ദേശത്ത് പൊടിക്കുന്ന ചെടിയുടെ വലിപ്പം കുറയും, ചില ദേശത്ത് പൊടിക്കുന്ന ചെടി കള്ളിമുള്ളായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ദേശമനുസരിച്ച് ഈ ഭാഷയിലും വ്യത്യാസം വരും. മാത്രമല്ല ഈ യക്ഷി എന്ന് പറയുന്ന ഒരു മിത്താണ് ശരിക്കും, നമ്മുടെ പഴയ കഥകളിലൊന്നാണ്. അപ്പോൾ ഇത്തരം കഥകൾക്ക് കാലം പിറകോട്ട് പോകണം. അപ്പോൾ പിറകോട്ടുള്ള ഭാഷയാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ എഴുതുമ്പോൾ അതിനനുസരിച്ചൊരു ഭാഷ നമുക്ക് തോന്നണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലാണ് ഇത് എഴുതിയത്. സ്വച്ഛന്തമായിട്ട് എഴുതുകയായിരുന്നു. ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ അമ്മ കുറേ പാട്ടുകൾ പാടും. അച്ഛൻ വില്ലടിച്ചാമ്പാട്ട്, തോറ്റമ്പാട്ട്, യക്ഷിതപ്പാട്ട് ഇങ്ങനെയുള്ളതൊക്കെ പാടുമായിരുന്നു. അമ്മ ഒരുപാട് നാടൻ പാട്ടുകളും രാമായണം, ഭാഗവതം, ഭാരതം ഇതെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോവൽ വായന ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ചൊൽപടിവിൽ നിന്ന് തെക്കൻ പാട്ടുപടിവുകൾ എന്തൊക്കെ എന്ന് എനിക്ക് ഇത്തിരിശെ ഉണർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പഴയ കൃതികൾ വായിക്കുമ്പോൾ ആ കാലം ഇങ്ങോട്ട് വരും നമ്മുടെ അടുത്തേക്ക്. ആ കാലത്തെ ഇങ്ങോട്ട് ആവാഹിക്കുക എന്ന് പറയുന്ന വലിയൊരു
വലിയ ഒരു നേട്ടമാണ്. അത് വേണം. കാലങ്ങളെ വാക്കുകളിൽ ഒരുമിപ്പിക്കുക എന്നത് വലിയ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ കാലങ്ങളെ കൊണ്ടുവരുന്നത് വാക്കാണ്. വാക്കിനെ പോലെ ഇത്ര ആയുസ്സുള്ള വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാലങ്ങളെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരും, പിന്നെ ഭാവിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ത്രികാല സഞ്ചാരികളാണ് വാക്കുകൾ എന്ന് പറയും. ആ രീതിക്കാണ് ഇത് എഴുതിയത്. പഴയ വില്ലടിച്ചാമ്പാട്ടിൻ്റെ കുടം വെച്ച് താളയിട്ടടിക്കുന്ന താളത്തിൻ്റെ ഒരു ഓർമ്മയും കൂടെ വെച്ചാണ് ഇത് എഴുതിയത്. ഞാൻ 2-3 വരി അങ്ങ് വായിക്കാം, വായിച്ചിട്ട് നിർത്താം. പാലമരം പൂത്തുലയും കാവിനുള്ളിൽ യക്ഷിയുണ്ട്, കള്ളിപ്പൂ കുടവിരിയും കടുന്തറയിൽ യക്ഷിയുണ്ട്, കാടേറി കനിയഴിച്ച് വീടേറി വിളക്കണച്ച് കാറ്റലറിയാടി നിൽക്കും കരിമ്പനയിൽ യക്ഷിയുണ്ട്, നിർപ്പാമ്പിഴഞ്ഞുവരും നീലമലച്ചോടുകളിൽ, നിർപ്പാമ്പിഴഞ്ഞുവരും നീലമലച്ചോടുകളിൽ, കുടിവാഴും കൂരിരുട്ടിൽ വടമരത്തിൽ യക്ഷിയുണ്ട്, വടമരത്തിൽ യക്ഷിയുണ്ട്, രാവോളം മുടിയഴിച്ച് പൂവോടു പൊട്ടുവച്ച്, രാവോളം മുടിയഴിച്ച് പൂവോടു പൊട്ടുവച്ച്, വെള്ളാട കൊയ്തൊടുത്ത് വെറ്റില ചുരുളെടുത്ത്, മായ കൊണ്ടു മൈയെഴുതി ചോര കൊണ്ടു ചുണ്ടിണക്കി, മായ കൊണ്ടു മൈയെഴുതി ചോര കൊണ്ടു ചുണ്ടിണക്കി, ബാനേറെ കൺതുറിച്ച് വഴി നടുവേ യക്ഷിയുണ്ട്, വഴി നടുവേ യക്ഷിയുണ്ട്, കാരുടലിൽ കനലുരച്ച് പേയിറങ്ങും പാതിരയിൽ, ഊടറിഞ്ഞ മന്ത്രവാദി ഊരേറെ പോയി വരെ, നട്ടാറ്റിൽ മിന്നൊളിയായി നിഴൽ വിലങ്ങി നിന്നുകൊണ്ടേ, യക്ഷിയവൾ കൈ നീട്ടി കേട്ടേ പോൽ ചുണ്ണാമ്പ്, അക്ഷര കൺ തെളിച്ച് അകമുള്ളു 3 തോറ്റി, ഉയരൂതി തട്ടുഴിഞ്ഞ് ഉച്ചിതറച്ചവനടക്കി, ഒറ്റമൊഴി കുരവയിട്ട് യക്ഷി ഉടൻ പെൺതളിരായി, ചുറ്റിരുട്ടു ചീന്തിയവൻ മൊഴി തളിച്ചു മുന്നടത്തി, മൊഴി തളിച്ച് മുന്നടത്തി, ഞാനറിഞ്ഞേൻ ഇളം കന്നി നേരവും നേരും, കാനകത്തെഴുവല്ലിയായി പുലർന്നോൾ നീയേ, മൂലോകം കടഞ്ഞെത്തും തനിപ്പൊൻതെളിയായി, മൂലമന്ത്ര വിളക്കത്ത് നിറഞ്ഞോളങ്ങിയേ, കാവണഞ്ഞോരരുമ്പാവി പൂജാരിക്ക് കാമപ്പൂവായി വഴങ്ങിച്ചമഞ്ഞോളെന്നും, പാങ്കിണറ്റിൽ പാഴടഞ്ഞേ മരിച്ചോളെന്നും, പാതകിക്കുലമറുക്കാനായി ഉയർത്തോളെന്നും, മായയക്ഷി ചുഴി ചൂടി മുടിപ്പോളെന്നും, പുത്തിലങ്കം കാണാതെ നലം കേളാതെ ഉൾക്കിടാരം നിറയാതെ നടപ്പോളെന്നും, ഇന്നോടെ നീ അമർന്ന് എൻ മൊഴിയിൽ നിൽക്ക, എന്നോടെ നീ പകർന്ന് എന്നില്ലം വാഴ, വീടമർന്ന പെൺകതിരോ പൊറ്റിവച്ച പൊന്നുരുവം, ഈടുറച്ച തേനുറവ് തേടിവച്ച നല്ലറിവ്, പടുമരത്തിൽ പൂക്കാലം കെടുവിളക്കിൽ പുലർകാലം, മംഗമനം തൊട്ടു തൊട്ട് തിങ്കളിനും തളിരുവയ്ക്ക്, പിന്മുറയിൽ ആണരുത്തൻ പെണ്ണുടലിൽ കണ്ണുടക്കി, പൊയ്ച്ചുനയിൽ നീരാട്ടി പൊളിവചന ചിന്തൂട്ടി, മണവറയിൽ കൊണ്ടണച്ചു മണിവിളക്കിൻ കണ്ണുടച്ചു. പിന്നെ അവൾ മന്ത്രവാദികളൊക്കെ വന്ന് മന്ത്രവാദികളുടെ ചോര കുടിച്ച ശേഷം അവൾ യക്ഷിയായി എന്നുള്ളതാണ് നോക്കേണ്ടത്.
ആ യക്ഷി എങ്ങനെ ഇരിക്കും? അതാണ് കുറേ അധികം യക്ഷികളുടെ രൂപമാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ, കച്ചവട ജീവിതത്തിൽ, വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇതിലൊക്കെ ഈ യക്ഷികളെ കാണാം. എന്നാണ് എൻ്റെ സങ്കല്പം. അന്തിച്ചുവപ്പൊടുത്തഞ്ജനമിട്ടവൾ സുന്ദരയക്ഷി, അന്തി അഴിച്ചെറിഞ്ഞാടിക്കറുകറി തന്തരയക്ഷി, പാതിര പൊറ്റ കരിമ്പന കൊണ്ടയിൽ ആകാശയക്ഷി, പിൻപുറം പൊള്ളയിൽ തീവേറിയാടുന്ന പാതാളയക്ഷി, ചമ്പകപ്പൂമണം ചേറ്റിപ്പറക്കും കരിനാഗയക്ഷി, പിൻപുറ പൊൻപണപ്പുറ്റു നിലവറ വാഴും മണിത്തങ്കയക്ഷി, നീറ്റിലും കാറ്റിലും തീനഞ്ചൂപ്പിച്ചതിക്കുന്ന യക്ഷി, വാക്കിലും നോക്കിലും മായാമരുന്നിട്ടു കൊല്ലുന്ന യക്ഷി, ഈറ്ററയ്ക്കുള്ളിൽ ഇളംചോര ഊറ്റി കുടിക്കുന്ന യക്ഷി, തേറ്റയിൽ നാക്കിൽ നഖങ്ങളിൽ ചാവിള്ള കോർക്കുന്ന യക്ഷി, പച്ചപ്പിണം കടിച്ചട്ടഹസിക്കും അറുകൊലയക്ഷി, പൂക്കിട പിഞ്ചിനെ തുള്ളിച്ചു കൊല്ലും അപസ്മാരയക്ഷി. ഇതാണ് യക്ഷികൾ. അപ്പൊ ഈ കൊച്ചൻ വന്നിട്ട് അവനെന്ത് ചെയ്തു? തേവുപറ തെല്ലുണർന്ന് തേറി വന്നൊരൺകുരുന്ന്, നാൻമറയിൽ കണ്ണൊഴിഞ്ഞ് നന്മൊഴിയിൽ നാവൊഴിഞ്ഞ്, നേർവിളക്കിൽ അകമനത്തി നിലവിളക്കിൽ കുലകടക്കി, മന്ത്രമിട്ട് മായ വെട്ടി, യന്ത്രത്താൽ എലുക നാട്ടി, കർമ്മത്താൽ ഒഴിവ് കണ്ട് ആവാഹിച്ചനക്കം കെട്ടി, യക്ഷിയെ കൈ ചൂണ്ടി നിർത്തി എരിവാക്ക് ജപിച്ചെറിഞ്ഞു എന്നാണ്. ഉലകം തിന്നുമുടിച്ചവളെ, ഇനി എന്തിരിപ്പും മരിപ്പും ഒടുങ്ങാൻ എന്തേ വേറുള്ളൂ. ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല. അവസാനം ഈ യക്ഷി അവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് അവസാന ഭാഗം. അതും കൂടെ ചൊല്ലി നിർത്താം. നിങ്ങൾ 7 കളം ആയിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. 7 കളം, തെക്കൻ സ്റ്റൈലിൽ 7 കളം എന്നാണ്. 7ാം കളമാണ് വായിക്കുന്നത്. മുകിലുടയ തണ്ണീര് മനമേരിയ കണ്ണീര്, മൊഴിവിടരെ പനിനീര്, അവളരുളി മറുവാക്ക്, എൻ മകനെ പൊന്മകനെ നിന്മനമാണെന്റെ മനം, മുന്നേ പോൽ മൂവഴകും ചൂടി വരാൻ കൊതിയെനിക്ക്, പൊരുളെല്ലാം പൊലിയേകി പോന്നമരാൻ കൊതിയെനിക്ക്, കുറയില്ല കോവിലകം കുടികൊള്ളാൻ കൊതിയെനിക്ക്, കവിപാടും കളമേറി പൂവിരിക്കാൻ കൊതിയെനിക്ക്, നിൻ കയ്യാൽ 3 മുള്ള് എൻ തലയിൽ നീ തറയ്ക്ക്. ബാലകനോ കരൾ കടഞ്ഞ് ഒന്നാകും മുള്ളെടുത്തു, മൊഴി നട്ടു മാനമേറ്റി 2ആകും മുള്ളെടുത്തു, മൂവുലകം കോർത്തുയർന്ന് 3ആകും മുള്ളെവിടെ, ഇല്ലായ്മയ്ക്കപ്പുറത്തെ ഇടമില്ലാമുള്ളെവിടെ, ഒരു മിഴിപ്പാടപ്പുറത്തോ ഒരുമ പൂക്കും പിൻപുറത്തോ, ഒരു മിഴിപ്പാടപ്പുറത്തോ ഒരുമ പൂക്കും പിൻപുറത്തോ, മനമോടും മേടല്ല മനമെത്താക്കാടല്ല, ഇന്നും അവൻ തേടുന്നു യക്ഷി ഉറഞ്ഞാടുന്നു, പാലമരം തീയരിക്കും കാവിലിന്നും യക്ഷിയുണ്ട്, കള്ളിപ്പൂ കറയൊഴുക്കും കടുംതറയിൽ യക്ഷിയുണ്ട്, ഇന്നും യക്ഷിയുണ്ട്.
കവിതയെക്കുറിച്ചിട്ടുള്ള പൊതുവായ ഒരു സംശയമാണ്. കവിത ഒരു മനോഹര ശില്പമാണ്. അതിന് ആന്തരികവും ബാഹ്യവുമായ ഭംഗിയൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ അച്ചടി ആ ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്ന കവിതയെ കടമ്മനിട്ട സാറ്, ONV സാറ്, പ്രത്യേകിച്ചും മധുസൂദൻ സാറ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ശ്രവ്യ ഭംഗി കൂട്ടുകയും ലക്ഷക്കണക്കിന് ആളുകളെ കവിതയിലേക്ക് ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഒരു ചെറിയ ആക്ഷേപം ചില സമയത്തൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കവിതയെ ശ്രവ്യ രംഗത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കവിതയുടെ ഒരു കാതൽ കുറയുന്നതായിട്ടുള്ള ഒരു ആക്ഷേപം ചില സമയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്, അതിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. പറയാമായിരുന്നു, ഈ സമയം പറ്റിയതല്ല. ഞാൻ പറയാം, ഒറ്റ മൊഴി മാത്രം പറയാം, അങ്ങ് കേൾക്കണം. ഒരു മറുപടി മാത്രം പറയാം. ഭാഷ ചിത്രമാണോ ശബ്ദമാണോ? ലിപി ചിത്രമാണ്. ലിപിയല്ല ആദ്യം ഉണ്ടായത്, നാദമാണ്. നാദത്തിൽ ഉള്ളതെല്ലാം ലിപിയിലാക്കാൻ ഒരു ഭാഷയിലും പറ്റില്ല. പറ്റുമോ? ആലോചിച്ച് നോക്കണം. നമ്മുടെ ശബ്ദത്തിലൂടെ വരുന്നതെല്ലാം ലിപിയിലാക്കാൻ പറ്റില്ല. പണ്ട് ഞാൻ ഒരുപാട് നാടകം അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പണ്ട് അതിന് കൊള്ളില്ല എന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതാണ്. പക്ഷേ അന്ന് എന്നൊരു സംവിധായകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നുള്ളത് എങ്ങനെ ഒരു നാടക പുസ്തകത്തിൽ ലിപിയാക്കി എഴുതി വയ്ക്കും. എഴുതി വെച്ചിരുന്നതെല്ലാം ngേ ഹേ എന്നാണ്. ngേ ഹേ എന്ന് എഴുതാൻ എന്നെങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരു ഭാഷയിലും ഭാവസ്വനങ്ങളെ മുഴുവൻ ലിപിപ്പെടുത്താൻ വൃത്തിയില്ല. അത്രമേൽ അനന്തമാണ് ഭാവസ്വരങ്ങൾ. ആ ഭാവസ്വരങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമുക്ക് വേർഡ്സ് ദാറ്റ് ഡാൻസ് എന്നല്ലേ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച പുസ്തകം. നർത്തനമാടുന്ന വാക്കുകളുണ്ടായി. വാക്കുകൾ നർത്തകികളാകും. അത് സ്വനപ്പെടുത്തുമ്പോഴേ നർത്തകികളാകുന്നുള്ളൂ. പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നാൽ നർത്തകികളാവില്ല. ശബ്ദത്തിൻ്റെ ഈ ഭാവബീജികളെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുവരുമ്പോഴാണ് വാക്ക് സചേതനം ആവുന്നത്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, വാക്കേ വരപ്പായ വിട്ടുണരൂ. പുസ്തകം നോക്കിയാൽ, വായിച്ചാൽ നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്ന വരയുടെ പായിൽ നിന്ന് അക്ഷരത്തെ ഉണർത്തി നമ്മുടെ മനസ്സിൽ ശബ്ദിപ്പിച്ചിട്ടേ അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറൊന്ന്, വായന ഏകാന്തമാണ്. കേൾവി സമൂഹ പ്രക്രിയ, സമഷ്ടി പ്രക്രിയ. ഒന്ന് ചെല്ലുമ്പോൾ എല്ലാവർക്കും കേൾക്കാം. വായിക്കുന്നത് ഒറ്റയ്ക്കും വായിക്കാം. ഒറ്റയ്ക്കേ വായിക്കാൻ നോക്കൂ. ഉച്ചത്തിൽ വായിച്ചാൽ ശബ്ദമായി. അപ്പോൾ വായന എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സമഷ്ടി പ്രക്രിയ നടക്കുന്നത് ഉച്ചാരണത്തിലാണ്. ഉച്ചാരണം ഇല്ലാത്ത ഭാഷയാവുന്നില്ല. നമ്മൾ ശ്രവ്യ സാഹിത്യം എന്നാണ് പറയുന്നത്. ദൃശ്യ സാഹിത്യം എന്നല്ല കവിതയും നോവലിനെയും നാടകത്തിന് ദൃശ്യം എന്ന് പറയും. മറ്റുള്ളതെല്ലാം ശ്രവ്യമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആധാരം ശ്രവണമാണ്. ശബ്ദം ശ്രവണത്തിൽ കൂടെ കിട്ടുന്ന ബാക്കി ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ 560-ലധികം ഗാനശൈലികളുണ്ട്. പഴയ നാടൻ ശൈലികൾ, പാട്ട് ശൈലി. നമുക്കും ഏതാണ്ട് അതേ ശൈലി തന്നെ ഉണ്ട്.
എല്ലാത്തരം ആളുകളുടെയും ശൈലികളുണ്ട്, പാട്ട് ശൈലികൾ. അതുകൂടാതെ മലയാളത്തിന് ഏത് വിധത്തിലായാലും ശരി 14,37,00,000 താളങ്ങളിൽ എഴുതാനുള്ള ശേഷി ഉണ്ട്. അതെല്ലാം നമ്മുടെ ഗദ്യമായാലും പദ്യമായാലും ഛന്ദസ്സിൽ വരും. അങ്ങനെ എഴുതാൻ ശേഷിയുണ്ട്. മാത്രമല്ല ഇത് ശബ്ദിക്കുമ്പോൾ കിട്ടുന്നത് ഇന്നത്തെ ഇപ്പോൾ റെയിൽവേയിലെ അനൗൺസ്മെൻറ്റ് പോലുള്ള ഭാഷയല്ലല്ലോ ജീവിതത്തിൻ്റെ ഭാവഭാഷ. അതിന് നല്ല ചൈതന്യമുണ്ട്. ആ ഒരു നാടിൻ്റെ ഈ അന്തരംഗ പ്രവാഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ കളക്റ്റീവ് മെമ്മറിയുടെയും കളക്റ്റീവ് എക്സ്പീരിയൻസിൻ്റെയും കാലാന്തരങ്ങളിലൂടെയുള്ള പ്രവാഹമാണ് സംഗീതം. എല്ലാ ഭാഷയ്ക്കും എല്ലാ ഭാഷണ വിഭാഗത്തിനും അവരുടേതായ സംഗീതമുണ്ട്. തൃശ്ശൂരത്തെ ഭാഷണ സംഗീതമല്ല തിരുവനന്തപുരത്തെ എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ തന്നെ പലതുമുണ്ട്. ഈ ഭാഷണ ഗീതത്തിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു ജനതയുടെ മനസ്സിൻ്റെ ഒഴുക്കാണ്, വികാരത്തിൻ്റെ ഒഴുക്കാണ്, അവൻ്റെ അവസ്ഥയുടെ പ്രകാശനമാണ്. ഇതെല്ലാം വരുന്നത് ചൊല്ലലിലൂടെയാണ്. ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ കോട്ടയത്തെ അക്ഷര മ്യൂസിയം തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പറഞ്ഞു. അത് അംഗീകരിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. കേരളത്തിൽ എല്ലാ ജനത്തിനും ശബ്ദമുണ്ട്. ഈ ശബ്ദത്തെ മുഴുവൻ പിടിച്ചെടുത്ത് ആളുകളെ കേൾപ്പിക്കണം. ലിപി എഴുതി വെച്ചാൽ ഒറ്റ ഉച്ചാരണമേ ഉള്ളൂ, ഒറ്റ ശബ്ദമേ ഉള്ളൂ. പക്ഷേ ഈ കാട്ടിൻ്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ തൊട്ട് ഇങ്ങേ അറ്റത്തുള്ള മനുഷ്യൻ വരെ എല്ലാവർക്കും അവനവൻ്റെ മൊഴിയുണ്ട്. അതേസമയം സർവകലാശാലയിൽ പഠിച്ചിട്ട് PhD ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വലിയ ഡിഗ്രി എടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഭാഷയ്ക്ക് ഒരു ടോണേ ഉള്ളൂ, ഒറ്റ ടോണേ ഉള്ളൂ. ഹൃദയം കൊണ്ട് വർത്തമാനം പറയുന്ന സാധാരണക്കാരൻ്റെ, ഞാൻ കടപ്പുറത്തൊക്കെ ജോലി ചെയ്താണ്, അവൻ്റെ ഭാഷയുടെ ശക്തി അറിയണം. ആ ശക്തിയാണ് ശക്തി. അതുകൊണ്ട് അവൻ്റെ ഭാഷയ്ക്കുള്ള എന്താണ് എത്നിക് മ്യൂസിക് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അവർക്ക് അതിന് വേണ്ടുന്ന എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കവിത ചൊല്ലാനുള്ളതല്ല, വായിക്കാനുള്ളതാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ പരത്തിയത് ഒന്ന് കവിത ചൊല്ലാൻ അറിയാത്തവരും, മറ്റൊന്ന് കവിതയിൽ എങ്ങനെയെങ്കിലും പുതിയ ഒരു ശ്രദ്ധ നേടണം എന്നാഗ്രഹിച്ചവരും. വൃത്തത്തിൽ എഴുതാൻ പാടില്ല എന്ന് യാഥാസ്ഥിതികത്വമാണ് എന്ന് പറഞ്ഞത് വൃത്തത്തിൽ എഴുതാൻ അറിയാത്തവരും ആണ്. ഞാൻ തുറന്നു പറയാം, കൂടുതൽ പേർക്കും അത് അറിയില്ല. ആളുകളെ പിടിച്ചിരുത്താൻ പറയിക്കാം. അപ്പം അതാണ് അവസ്ഥ. ഞാൻ ഇനി കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല. ഇത് വളരെ വിശാലമായിട്ട് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ശരിയായ ധാരണ, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ സ്ഥാപിക്കുകയല്ല. ഒരുപാട് ഭിന്ന രുചിയാണല്ലോ. ഒരുപാട് പറയാനുണ്ടാവും, ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും. ഇതിനെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് സമരസപ്പെടാനൊരിടം കാണും. എന്തായാലും ശബ്ദം പറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ നീതമായ ഒരപേക്ഷ. ഹലോ സാർ, ഒരു ക്വസ്റ്റ്യൻ സാറ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. അഗസ്ത്യ ഹൃദയം സാറ് എഴുതി, രാമൻ്റെ ദുഃഖമുണ്ട് അതിൽ. ഇന്നത്തെ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ രാമൻ അമ്പും വില്ലെടുത്തിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ നിൽക്കുന്നൊരു ഇന്ത്യൻ വേർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അഗസ്ത്യ ഹൃദയം അന്ന് രാമൻ്റെ ദുഃഖം കൂടി അതിൽ സാറ് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ കവിതയെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ സാറ് വായിച്ചെടുക്കുന്നു എന്നറിയാനും താല്പര്യമുണ്ട്. കാരണം അരവിന്ദൻ്റെ കാഞ്ചനസീത ഇതേപോലത്തെ ഒരു സംഭവമാണല്ലോ. അതുകൊണ്ടാണ് അരവിന്ദൻ്റെ കാഞ്ചനസീത. ഒന്നുകൂടെ പറയണേ അവസാനം. അല്ല, അരവിന്ദൻ്റെ കാഞ്ചനസീതയും രാമൻ്റെ ദുഃഖമാണ്. സാറിൻ്റെ അഗസ്ത്യ ഹൃദയത്തിലും രാമൻ്റെ ദോഷം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ രാമൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നൊരു പ്രതിരൂപമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് സാറ് ഇതിനടയാളപ്പെടുത്തുന്നത്? കവിതയെ കവിതയായി കാണണം എൻ്റെ വിനീതമായ അപേക്ഷ. കവിതയിൽ സ്ഥൂലമായ വാക്കിൻ്റെ വിവക്ഷയ്ക്കല്ല
അതിൻ്റെ ഉള്ളിലെ ധ്വനിക്കാണ് പ്രാധാന്യം. എപ്പോഴും കവിതയിൽ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, സന്താനഗോപാലം എന്ന കവിതയിൽ കൃഷ്ണ കൃഷ്ണ രക്ഷ എന്നലറിക്കരയുന്നത് അമ്മയോ എന്ന വരിയുണ്ട്. ആ വരി എഴുതിയപ്പോൾ കൃഷ്ണൻ എന്ന ഒരു ഭഗവാനല്ല, എൻ്റെ അവിടെ ഞാൻ പറഞ്ഞു ഒരു പൈതൽ അകത്തുറങ്ങിക്കിടപ്പുണ്ട്. ആ കുഞ്ഞിനെയാണ് കൃഷ്ണൻ എന്ന പ്രതീകമായിട്ട് ഞാൻ അവതരിപ്പിച്ചത്. അത് ആ കവിത മുഴുവൻ വായിക്കുമ്പോൾ അറിയാം. അതുപോലെ രാമ രഘുരാമ എന്നാരംഭിക്കുന്ന അഗസ്ത്യഹൃദയത്തിലെ പ്രമേയത്തിൽ അഗസ്ത്യഹൃദയത്തിലെ രാമൻ വാസ്തവത്തിൽ രാമായണ രാമനല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ തുറന്ന് വീണ്ടും പറയാൻ പലയിടത്തും പറഞ്ഞതാണ്. ചിലയിടത്ത് ചെല്ലപ്പോൾ ചിലർ എന്നോട് പറയാറുണ്ട്, സാർ രാമനെ തെരുവിലിറക്കിയല്ലോ, കൊള്ളാം, നന്നായി. അപ്പം അതാണ് സന്തോഷം. രാമനിട്ടിരുന്ന് കൊടുത്തല്ലോ. വേറെ ചിലർ വളരെ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാലും സാർ രാമനെ തെരുവിലിറക്കി കളഞ്ഞല്ലോ സാർ. അവർ രണ്ടുപേരും കണ്ട രാമൻ അവരുടെ രാമനാണ്. ഞാൻ എഴുതിയ രാമൻ നവയുഗ രാമനാണ്, നവകാല രാമൻ. നവകാല രാമൻ, രാമൻ രമിക്കുന്നവൻ, സ്വന്തം സുഖത്തിൽ രമിക്കുന്നവനാണ് ഇവിടുത്തെ രാമൻ. അവൻ രമിച്ച് ലോകം മുഴുവൻ അവന് ഭക്തിക്കുള്ളതാണെന്ന് കരുതി വന്നപ്പോൾ ബാക്കിയെല്ലാം അവന് ഭോഗവസ്തുവാണ് എന്ന് കരുതുമ്പോൾ അവൻ തന്നെ രോഗിയാവുന്നു. ആ രോഗി അന്തിമരക്ഷയ്ക്ക് അഗസ്ത്യകൂടത്തിലേക്ക് പോവുകയാണ്. അഗസ്ത്യകൂടത്തിലേക്ക് അന്തിമരക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെ കൂടെ പോകുന്ന മനസാക്ഷിയാണ് ലക്ഷ്മണൻ. അതായത് ലക്ഷ്മൺ, തണല്, നിഴല്, കൂടെ പോകുന്നത് ആ മനസാക്ഷിയാണ് ലക്ഷ്മണൻ. അമനിൽ അകത്തിരിക്കുന്നവനാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനാണ് അവനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അസ്തിത്വത്തിൻ്റെ ഗിരികൂടത്തിലാണ് പോകുന്നത്. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ. അസ്തിത്വത്തിൻ്റെ കൊടുമുടിയിലാണ്. അവിടെ ചെന്നപ്പോൾ വനപർണശാലയില്ല, ഒന്നുമില്ല. അവസാനം പറയുന്നുണ്ട്, ഈ അഗസ്ത്യനെ തേടി വന്നു. അഗസ്ത്യൻ എന്താണ്? അഗസ്ത്യൻ അറിവാണ്, യോഗമാണ്, വൈദ്യമാണ്, പരിസ്ഥിതിയാണ്, സമ്പൂർണ്ണ പരിസ്ഥിതിയാണ്. ഈ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞ അഭിനവരാമനായ ഞാൻ രക്ഷയ്ക്ക് അഗസ്ത്യകൂടത്തിലേക്ക് അവിടെ തന്നെ പോകണം. അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നു, ഈ കുടങ്ങൾക്കകത്താണ് അഗസ്ത്യനിരിക്കുന്നത്. എന്താണ് കുടം? ഒന്ന്, മണ്ണാകുന്ന കുടം, അല്ലെങ്കിൽ നിന്റെ ശരീരമാകുന്ന കുടം. രണ്ട്, മനസ്സാകുന്ന കുടം, അതാണ്, അല്ലെങ്കിൽ അന്തരീക്ഷമാകുന്ന കുടം. മൂന്ന്, വാക്കിൻ്റെ കുടം, ബോധത്തിൻ്റെ കുടം. ഇതാണ് ഈ മൂന്ന് കുടങ്ങളിലാണ് നിന്റെ രക്ഷയ്ക്കുള്ള അഗസ്ത്യൻ നിന്റെ ഉള്ളിലിരിക്കുന്നത്. ആ അഗസ്ത്യനെ നീ തന്നെ ഉണർത്തുക. നീ സ്വയം രക്ഷ തേടുക. എല്ലാവർക്കും വേണ്ടി നീയും സ്വയം രക്ഷ തേടുക. അവനവല്ലേ രക്ഷകൻ, അവനവല്ലിരിക്കുന്നു. നമ്മൾ ലോകത്തിനെ കുറ്റപ്പെടുത്താനാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? പക്ഷേ അവനവനിലെ അഗസ്ത്യനെ ഉണർത്തി അവനവനിലെ ആതിരത്വത്തിനെ ഇല്ലാതാക്കുക. ഇതാണ് ആ കഥ. മറ്റേ രാമനുമായിട്ട് ഈ പേരിലും സന്ദർഭത്തിൽ മറ്റേ അവസ്ഥകളിലും മാത്രമേ ബന്ധം ഉള്ളൂ. ഇപ്പോൾ പിടികിട്ടിയോ? അവസാന ഭാഗം മാത്രം ഞാനിപ്പോൾ ചൊല്ലാം, അതോടുകൂടി നിർത്താം. അവസാന ഭാഗം. കാരണം അവസാനം പറയുന്ന മൂന്ന് കുടം എന്ന് പറയുന്നത്, ഒന്ന് ശരീരം അല്ലെങ്കിൽ മണ്ണിൻ്റെ കുടം. രണ്ട്, മനസ്സിൻ്റെ കുടം, വികാരത്തിൻ്റെ കുടം. മൂന്ന്, വാക്കിൻ്റെ, ബോധത്തിൻ്റെ, പരമസേവയുടെ കുടം. ഈ മൂന്ന് തരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തിരി ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ആ മൂന്ന് ഭാഗം ചൊല്ലി ഞാൻ നോക്കാം, പിന്നെ ചോദ്യമില്ല. അതായത്
ശൈലകൂടത്തിന്റെ നിടിലത്തിനപ്പുറം ശ്രീലമിഴി നിർത്തുന്ന വിണ്ണിനെ കണ്ടുപോ. അമൃതത്തിനമൃതത്വമേകുന്ന ദിക്കാല ഹൃദയങ്ങളിൽ നിന്ന് തൈലങ്ങൾ വാറ്റുന്ന തേജസ്സും അഗ്നിസ്ഫുടം ചെയ്തു നീറ്റുന്ന ഓരോ ബലങ്ങൾക്കു ബീജം വിതയ്ക്കുന്ന ആപോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരസശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടു, വിണ്ണിനെ കണ്ടു. വിണ്ണിന്റെ കയ്യിൽ, ഈ വിണ്ണിന്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പു പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുപോ. ഇതിനുള്ളിലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഊർധ്വൻ വലിക്കുന്ന ജീവകോശങ്ങളുടെ വ്യർത്ഥഹൃദയച്ചൂടിലടഞ്ഞിരിക്കുന്നൊരീ അന്തിമ സ്വപ്നത്തിനണ്ടങ്ങൾ കണ്ടുപോ. അവയിലെ ചീയുന്ന രോദനം കേട്ടുപോ. തേങ്ങലിൻ ഈറൻ കുടത്തിങ്കലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. സൗരസൗമ്യഗ്നി കലകൾ കൊണ്ട് വർണ്ണങ്ങൾ വീരദല ശോഭയായി വിരിച്ച പുൽക്കളിൽ ചിരജീവനീയ സുഖരാഗവൈഖരി തേടൂരു കുരുവിതൻ കണ്ഠനാള ബാഷ്പങ്ങളിൽ ഹൃന്മധ്യദീപത്തിൽ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിന്റെ തീർത്ഥനാദങ്ങളിൽ വിശ്വനാഭിയിൽ അഗ്നിപത്മ പശ്യന്തിക്ക് വശ്യത ചുരത്തുന്ന മാതൃനാളങ്ങളിൽ അച്ചുതണ്ടിൻ അന്തരാളത്തിലെ പരാശബ്ദം തിരക്കുന്ന പ്രാണഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിലെവിടെയോ തപമാണഗസ്ത്യൻ. ഇരുളിൻ ജരായുവിൽ അമർന്നിരിക്കുന്നൊരീ കുടമിനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമ, നവമന്ത്രമുണ്ടോ? ഇവിടെയാണ് യോഗശാസ്ത്രപ്രകാരം അക്ഷരങ്ങളെല്ലാം സിരാഗുണത്തിൽ ഇരിക്കുന്നു. സുഷുമ്നയിലും എൻ്റെ സിരാഗുണത്തിൽ. ആ ബോധത്തെ മുഴുവൻ നയിക്കുന്നത് അക്ഷരബോധമാണ്, അക്ഷരത്തിൻ്റെ പ്രവാഹമാണ്. അതുകൊണ്ട് അക്ഷരത്തിൻ്റെ കാര്യത്തിലുള്ള അത് അക്ഷരത്തിന് ഊന്നിയാണ് ബോധത്തിൻ്റെ അരിഞ്ഞമുണ്ട്. ബോധത്തിൻ്റെ ഗുണം, വാക്കിൻ്റെ ഗുണം, പിന്നെ മനസ്സിൻ്റെ ഗുണം. മനസ്സ് നന്നാവാതെ ഒന്നും ശരിയാവില്ല. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ നമുക്ക് അനുകൂലമാവണം. കുടിക്കാൻ ഒരു തുമ്പിക്ക് കുടിക്കാൻ വെള്ളം ശേഷിപ്പിക്കാത്ത പ്രബുദ്ധതയാണ് മലയാളിയുടെ പ്രബുദ്ധത. നമുക്കറിയാം, നമുക്ക് കുപ്പിവെള്ളമുണ്ട്, പക്ഷേ കുരുവിക്കും തുമ്പിക്കും നീർക്കോലിക്കും ഈ മണ്ണരയ്ക്കും വെള്ളമില്ല, നമ്മൾ ശേഷിപ്പിച്ചിട്ടില്ല, എല്ലാം നികത്തുകയാണ്. അതാണ് നമ്മുടെ പ്രബുദ്ധതയും സാംസ്കാരികതയും. ആ സാംസ്കാരികതയ്ക്ക് നടുക്ക് വേണം ഈ കവിതയെ വയ്ക്കാൻ എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. രാവണിക്ക് പ്രത്യേകം നന്ദി, കാവ്യശിഖയ്ക്ക് എല്ലാവർക്കും നന്ദി, പിന്നെ ഇവിടെ എല്ലാ ഗുരുക്കന്മാർക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും നന്ദി. അവിടുത്തെ ഞങ്ങൾ തന്നെ പറയാൻ പോകണല്ലോ. അപ്പം നമുക്കിവിടെ ഇവിടെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. നമ്മുടെ മുല്ലൻ മാഷയുടെ സമയത്തേക്ക് നീങ്ങണം. അതിന് മുമ്പ് വന്നിട്ട് കാര്യം ചെയ്യാനില്ല. ഒന്ന് പേഴ്സ് ദാറ്റ് ഡാൻസ്, നമ്മൾ തയ്യാറാക്കിയ മലയാള കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷാ പുസ്തകം നേരത്തെ പ്രകാശനം ചെയ്തതാണ്. അത് നമ്മുടെ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികൾക്കെല്ലാം
കൊടുക്കുകയാണ്. കെ വി രാമകൃഷ്ണൻ മാഷ്, അശോകൻ ചെരുവിൽ, പ്രൊഫസർ വി മധുസൂദനൻ നായർ, ജയകുമാർ ചങ്ങമനാട്, തുടങ്ങിയവർക്ക് നമ്മുടെ ചീഫ് എഡിറ്റർ ഡോക്ടർ അജയ് നാരായണൻ സമ്മാനിക്കും. അശോകൻ ചെരുവിലും ആംഗ്ലോ ചന്ദ്രശേഖരനും ഹരിനാരായണനും നാറാണത്ത് ഭ്രാന്തൻ കവിതയുടെ 40 ആണ്ടുകൾ പ്രൊഫസർ വി മധുസൂദനൻ നായരോടൊത്ത് ഒരു പകൽ എന്ന ഈ പരിപാടിയുടെ അവസാനത്തിൽ സമാപ്ത വാക്യം പറയുവാനായിട്ട് കാവ്യശികയുടെ അമരക്കാരൻ പ്രിയപ്പെട്ട രാഹുൽ മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പ്രിയമുള്ള സുഹൃത്തുക്കൾ, കാലത്ത് 10 മണിക്ക് ആരംഭിച്ച പ്രൊഫസർ വി മധുസൂദനൻ നായരുമായിട്ടുള്ള ഒത്തൊരു പകൽ എന്ന പരിപാടി സമാപിക്കുകയാണ്. കേട്ട് മതിയായി എന്ന് വിചാരിക്കുന്ന ആരും സദസ്സിലുണ്ടാവില്ല. പറഞ്ഞു മതിയായി എന്ന് മാർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ സമയം നമുക്ക് എടുക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ പരിപാടി സമാപനത്തിൽ പോവുകയാണ്. എന്തൊരു ദിവസമായിരുന്നു ഇന്ന്. കേരള സാഹിത്യ അക്കാദമി നിറഞ്ഞു കവിഞ്ഞ വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ വന്നു. വയനാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, ആലപ്പുഴ നിന്ന്, എല്ലായിടത്തും വന്നു. ആ വന്നവർക്കെല്ലാം ഇന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തണം എന്നുള്ളതുകൊണ്ട് കുറേ പേർ നേരത്തെ തന്നെ പറഞ്ഞ് നേരത്തെ പോയി. ബാക്കി ഇത്രയും പേർ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് നമുക്ക് പറഞ്ഞ് തീർന്നിട്ടില്ല, മതിയായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിശ്ചയമായിട്ട് ഇങ്ങനെ സംഗതി നടന്നത്. കുറേ കാലമായിട്ട് സാർ ഇവിടെ ഇത്തരം മീറ്റിങ്ങുകളിലൊന്നും മാഷായർ വന്ന് പങ്കെടുക്കാറില്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഒരു ആകാംക്ഷ, നമ്മുടെ താല്പര്യം വീണ്ടും കാണണം എന്നൊരാഗ്രഹം. ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളെല്ലാം മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമായി ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയും. ഇന്നിവിടെ തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി ഹാളിൽ വന്ന ഈ ജനാവലി ഞങ്ങൾക്കൊരു വലിയ പ്രലോഭനമാണ്. അതൊരു വലിയ വാഗ്ദാനമാണ്. വാസ്തവത്തിൽ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ ആലോചിച്ച്, കടങ്ങളും ആലോചിച്ച് ഇനി കുറേ കാലത്ത് ഈ പരിപാടിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രലോഭനമാവും. നമ്മൾ വീണ്ടും ചെന്ന് ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇന്ന് മുല്ലമാഷ ദിവസമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകും. കാലത്ത് കെ വി രാമകൃഷ്ണൻ മാഷ് വന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മലയാളത്തിലെ ഏറ്റവും മുതിർന്ന കവി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നമ്മൾ ചോദ്യവും പറച്ചിലുമായി നമ്മളിത് കേട്ടുകൊണ്ടിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് കവിതകൾ നമ്മൾ കേട്ടു. തൻ്റെ ഏതൊരാളുടെയും ഒരു ശാരീരിക ക്ഷമതയെ പരീക്ഷിക്കുന്ന വിധത്തിൽ അത് നീണ്ടുപോയിട്ടും നമ്മളോടുള്ള എല്ലാ മനുഷ്യരോടുള്ളൊരു വാത്സല്യവും സ്നേഹവും
പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂടെ നമ്മുടെ കൂടെ നിന്നു. അദ്ദേഹത്തെ കണ്ട ഒരു രംഗം കൂടി ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. കുറേ കാലം മുമ്പ് സലീം രാജ് എൻ്റെ വീട്ടിലെന്നും വരും. സലീം രാജ് നിത്യസന്ദർശകനാണ്. സലീം രാജ് വന്നിട്ട് പുതിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറേ കാലം മുമ്പാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ സാമാന്യം ഈ പത്രമാസികൾക്ക് വായിച്ച് വരുന്ന എല്ലാ എഴുത്തുകാരെയൊക്കെ അറിയാം എന്ന മട്ടിൽ ഇരിക്കുകയാണ് ഞാൻ. 80കളുടെ തുടക്കത്തിലല്ല, 80കളുടെ തുടക്കത്തിലാണ്. അപ്പോൾ സലീം പറഞ്ഞത്, ഇപ്പോൾ കുട്ടികളെല്ലാം ക്യാമ്പസിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കവിയുണ്ട്. അതാരപ്പോൾ നമ്മളറിയാതെ മറ്റൊരു സിംഹമോ ഈ കാട്ടിൽ. അപ്പോൾ സലീം പറഞ്ഞത്, ഇങ്ങനെ ഒരു വി മധുസൂദൻ നായർ കോളേജ് അധ്യാപകനാണ്, നാരായണത്തുറാണ്. ചില വരികൾ അദ്ദേഹം ചൊല്ലിക്കേൽപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അന്നുമില്ല ഈ ഓഡിയോ കേൾക്കുന്ന ശീലം, അന്നുമില്ല ഇന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ സാഹിത്യക്കടവിൽ എന്തൊരു പരിപാടി കഴിഞ്ഞ് ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഡി വിനയേന്ദ്രനും ഞാനും പിന്നെ ഒരു അപരിചിതനും കൂടി തൃശ്ശൂരിലെ ഒരു ഹോട്ടൽ, സെൻട്രൽ ഹോട്ടലിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിനയേന്ദ്രൻ യാദൃച്ഛികമായിട്ട് എൻ്റെ പേര് വിളിച്ചത്. എൻ്റെ പേര് വിളിച്ച വഴിക്ക് ഈ അപരിചിതൻ ചാടിയണിട്ട് രാവണ്യാണോ ഇത് എന്ന് പറഞ്ഞ് സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു. ആ അപരിചിതനാണ് പിന്നീട് എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമായി തീർന്ന പ്രൊഫസർ വി മധുസൂദൻ നായർ. ആ കവിതയുടെ 40-ാം ആണ്ടാണ്. എന്നും അവിടെയുണ്ട്. അപ്പം അന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ യാത്രയാക്കുന്ന ഒരു രംഗം കണ്ട് എൻ്റെ വണ്ടി ഓടിക്കാൻ വന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം എന്നെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് യാത്രയാക്കുമ്പോൾ അവൻ്റെ കണ്ണു നിറയുന്നതാണ്. അങ്ങനെയാണത് എല്ലാവർക്കും അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ ഒരു വലിയ മനുഷ്യപ്പറ്റിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും കവിതയുടെ ആഴത്തിൻ്റെയും പരപ്പിൻ്റെയും ഒക്കെ ഒരാളായി നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന കവിയുടെ 40-ാം ആണ്ടാണ് ആ വരവിൻ്റെ അന്ന് പറഞ്ഞു. അതായത് മറ്റേ കുഞ്ചുപിള്ള പുരസ്കാരം, എനിക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കുഞ്ചുപിള്ള പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വെച്ചിട്ടാണ് ഒരുപാട് കവികൾ കവിത വായിച്ചിങ്ങനെ സദസ്സൊക്കെ മുഷിഞ്ഞിരിക്കുന്ന നേരത്താണ് പുതിയൊരാൾ കടന്നു വന്ന് തൻ്റെ കവിത വായിക്കുന്നത്, ഈ നാരായണത്തുറാൻ വായിക്കുന്നത്. ആ സമയത്ത് ബഹളം നിറഞ്ഞൊരു സദസ്സ്, ആകെ മുഷിഞ്ഞ സദസ്സ്. അവരെല്ലാവരും ജാഗ്രതയോടു കൂടി ആദ്യമായി ചൊല്ലുന്ന ആ കവിത കാതോർത്തിരുന്നു. മാത്രമല്ല, ആ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ സദസ്സ് ഒന്നിച്ചൊരു വലിയ കരഘോഷം നടത്തി. ആ കരഘോഷം എന്നുള്ളത് പിന്നീട് 4 പതിറ്റാണ്ടുകൾ മലയാളികൾ ഉള്ളിടത്തെല്ലാം ഉണ്ടായ കാവ്യ സദസ്സുകളിൽ നാരായണത്തുറാന്ന് കേട്ടിട്ടുണ്ടായ കരഘോഷങ്ങളുടെ ഉദ്ഘാടന കയ്യടിയായിരുന്നു അന്ന് നടന്നത്. ആ കയ്യടി അന്നും അവസാനിച്ചിട്ടില്ല, ഇന്നും അവസാനിക്കുന്നില്ല. ഇന്നും ഇവിടെ അതൊക്കെ നടന്നു. കയ്യടി മാത്രമല്ല, അത് ആ വരികൾ മുഴുവൻ ഹൃദയത്തിലുമുണ്ട്. അത് കൊണ്ട് നടക്കുന്നുണ്ട്. വഴി നീളെ സാധാരണഗതിയിൽ കവിതയിലേക്ക് കടന്നു വരാൻ ഇടയില്ലാത്ത മനുഷ്യർ തന്നെ അത് പാടുന്നുണ്ട്, ഏറ്റുപാടുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു കവിക്ക് മലയാളികളുടെ മുഴുവൻ ഒരു സ്നേഹാദരം. എല്ലാവരുടെയും പേര് സംഘടിപ്പിക്കാൻ നമ്മളെക്കൊണ്ടാവില്ല, എങ്കിലും നമ്മളങ്ങനെ വിചാരിക്കുകയാണ്. സാംസ്കാരിക തലസ്ഥാനത്ത് തൃശ്ശൂരിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു നിറ സദസ്സ് നാരായണത്തുറാന്നിൻ്റെ 40 ആണ്ടുകൾ ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളത് മലയാളക്കരയിലെ മലയാളികളുടെ ഒരു സ്നേഹാഭിവാദനമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേയറ്റം അഭിമാനത്തോടെ ആണ്. പ്രഭാഷകർ കെ.വി. രാമകൃഷ്ണൻ മാഷ ഒഴിച്ച് വേറെ ആരും വിളിച്ചിട്ടില്ല. സുമേഷ് കൃഷ്ണനുണ്ട്. സുമേഷ് കൃഷ്ണൻ നമ്മുടെയൊക്കെ ഭാഗമാണ്. മാഷും നമ്മുടെയൊക്കെ ഭാഗമാണ്, എപ്പോഴും നമ്മുടെ വഴികാട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഒരു കുടുംബ സദസ്സ് എന്ന് പറയാവുന്ന നിലയ്ക്കുള്ളൊരു സദസ്സിലാണ് ഈ പ്രോഗ്രാം മുഴുവൻ നടന്നത്. തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ ഓർത്ത് വയ്ക്കാൻ കഴിയുന്ന അതിമനോഹരമായൊരു ദിവസമാണ്, പകലാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഔപചാരികമായിട്ട് നന്ദി പറയുന്നുണ്ട് റീബ. അപ്പോൾ ഞാൻ നന്ദി പറയലൊന്നുമില്ല.
സമാപന വാക്യം എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സഹൃദയരുടെ, എഴുത്തുകാരുടെ, വായനക്കാരുടെ എല്ലാം പേരിൽ കാവ്യശിഖയുടെ ഈ സ്നേഹവന്ദനം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മസൂർ നായർക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആ പുരസ്കാര സമർപ്പണത്തിന് മുമ്പ് കാവ്യശിഖയുടെ മറ്റൊരു ഉപഹാരം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ തവണയും നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് കൊടുക്കുന്നത് കൃഷ്ണ സൗവർണിക വരച്ചൊരു ചിത്രമാണ്. അത് എത്രയോ മാസങ്ങളെടുത്ത് അദ്ദേഹം സ്വയം ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കെ വി രാഷ്ട്രമാഷയുടെ കാര്യത്തിൽ മാത്രമാണ് ദിവസത്തിൽ 5 ദിവസം മുമ്പാണ് പറഞ്ഞത് ആ പെൻസിൽ സ്കെച്ച് വരച്ച് കൊടുത്തത്. അങ്ങനെ എത്രയോ ദിവസം മെനക്കെട്ടിരുന്ന് തയ്യാറാക്കിയ കൃഷ്ണ സൗവർണിക ആ ചിത്രം ഇപ്പോൾ നമ്മുടെ എല്ലാ പേരും ഇവിടെ സമർപ്പിക്കും. കൃഷ്ണ സൗവർണിക ക്ഷണിക്കുന്നു.